എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആരോ ഒരാള് ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ന്യൂസ് മറ്റൊന്നുമല്ല, കൈഡോയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന ആ എലിഫന്റ് വില്ലൻ അവൻ നേവിയായിട്ട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വായിക്കുക. അത് വായിക്കുന്നത് മറ്റാരുമല്ല, കൊല്ലപ്പെട്ടു എന്ന് എല്ലാവരും വിശ്വസിച്ച അതേ എലിഫന്റ് വില്ലൻ. അവനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. അവൻ ആ ന്യൂസ് ഒക്കെ വായിച്ച് അങ്ങനെ പൊട്ടിച്ചിരിക്കും. അതിനുശേഷം അവന്റെ അസിസ്റ്റൻസിനോട് വളരെ സ്പീഡിൽ കപ്പലുകൾ മുൻപോട്ട് എടുക്കാൻ വേണ്ടി പറയും. അവന് ചുറ്റും അവന്റെ അസിസ്റ്റൻസുകൾ അടക്കം ഒരുപാട് കപ്പലുകൾ അങ്ങനെ അവനെ അനുഗമിച്ച് പോകുന്നുണ്ട്. കട്ട് ചെയ്ത ഇപ്പോ അസോ ഐലാൻഡ് കാണിക്കും. ഐലാൻഡ് ആണെങ്കിൽ ഇപ്പൊ വലിയൊരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ആകെ സമാധാനത്തിലിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് വലിയൊരു സർപ്രൈസ് ഒക്കെ കിട്ടി. അവരങ്ങനെ വണ്ടർ അടിച്ചിരിക്കും. സാമുറായി ആണെങ്കിൽ ആളുടെ മുതുകത്തുള്ള ഒരു പ്രത്യേക സിമ്പല് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇത്രയും വലിയൊരു ബോണ്ട് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ ആൾക്കാർ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. പക്ഷെ ഇതിലെല്ലാം ഉപരിയായിട്ട് ആ വില്ലന്മാരെയാണ് സമ്മതിക്കേണ്ടത്. കാരണം ഇവര് അയർലാൻഡിലുള്ള വലിയവര് മുതൽ കുഞ്ഞു മക്കൾ വരെ നല്ല ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്തിട്ടും വില്ലന്മാര് അത് വിശ്വസിക്കാതെ ഇവരെ അറഞ്ചം പുറഞ്ചം തല്ലി സാമുറായെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ എന്താ, ഇവർക്ക് മുൻപിൽ ആ വില്ലന്മാര് തോറ്റു. അങ്ങനെയെല്ലാം ഹാപ്പിയായി ശുഭമായിട്ട് പര്യവസാനിച്ചു എന്ന് കരുതുമ്പോഴായിരിക്കും രണ്ട് കിങ്ങുകളും വീണ്ടും ഒന്നിന് 50 പറഞ്ഞും 100 പറഞ്ഞും പൊരിഞ്ഞ തർക്കം ആരംഭിക്കും. ഇവര് രണ്ടുപേരും എങ്ങനെ ഒരു മന്ദബുദ്ധികളാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും തലയ്ക്ക് കൈ കൊടുക്കും. ലൂഫിയും ടീമും ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഒരേക്ക് മാറി നിന്ന് അവരുടെ ഡിസ്കഷൻ അത് ഒരു ഭാഗത്ത് നടത്തും. ഇതെല്ലാം കണ്ട മൊമന്റോസ്കി ആളിപ്പോ ആ കിങ്ങുകളുടെ അടുത്തേക്ക് വരികയാണ്. യു ഗൈസ് ആർ അൺബിലീവബിൾ. നിങ്ങൾ രണ്ടുപേരും ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ ഒന്നും പഠിച്ചില്ലേ? വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എന്റെ പപ്പയെ ചൊല്ലിയല്ലേ നിങ്ങൾ ഈ ഫൈറ്റ് മുഴുവൻ നടത്തുന്നത്? നിങ്ങളിത് കാണുന്നില്ലേ? എന്റെ പപ്പയ്ക്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എത്രത്തോളം വിഷമമുണ്ടെന്ന്. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യരുത്. നിങ്ങൾ എങ്ങനെ നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നോ അതുപോലെ തന്നെ വേണം ഇനിയും നിങ്ങൾ ജീവിക്കാനെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നിർത്താതെ കരയും. നിമിഷം ആ രണ്ട് കിങ്ങുകളും അങ്ങനെ ഫ്രീസായി പോവാണ്. അവര് നിമിഷ നേരം കൊണ്ട് ഫൈറ്റ് നിർത്തി ഇപ്പൊ മൊമന്റോസ്കിയെ തന്നെ നോക്കും. ഉണ്ടായിരുന്ന ജനങ്ങൾക്കും നമ്മുടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതം. കിങ്ങുകൾ രണ്ടുപേരും ഇപ്പോ മൊമന്റോസ്കിയുടെ കാൽക്കൽ വീണ് അവനോട് മാപ്പ് പറയാണ്. കിങ് മാത്രമല്ല, അവിടെയുള്ളവരിൽ പലരും മൊമന്റോസ്കിക്ക് ഒരുപാട് ബഹുമാനമൊക്കെ കൊടുത്ത് അവനോട് ക്ഷമ പറഞ്ഞ് അങ്ങനെ കരയും. അപ്പോഴായിരിക്കും നമ്മുടെ സാമുറായി വലിയൊരു റിവീൽ നടത്തുക. ആക്ച്വലി മൊമന്റോസ്കി ആളുടെ മകനല്ല, സാക്ഷാൽ വാൻഡോ കിൻഡത്തിന്റെ കിങ്ങിന്റെ മകനാണ് മൊമന്റോസ്കി. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ട്രിപ്പിൾ ഷോക്കാവും. ഇവിടെ ഉള്ളവർക്കും ഞങ്ങൾക്കും എല്ലാം തന്നെ മൊമന്റോസ്കി ഞങ്ങളുടെ ദൈവത്തെ പോലെ ആണെന്ന് പറയും. അത് കേട്ട് ഉസോപ്പും ചോപ്പറും അവർ രണ്ടുപേരും ഗെയ്യാണ്. എല്ലാവരും നമ്മളെ പറ്റിക്കുകയാണ്. സത്യത്തില് ഇവരൊക്കെ ആരാ? ഇവരെന്തിനാ ഇത്രയും സർപ്രൈസ് നമ്മുടെ മുമ്പിൽ ഇട്ടേം ചിന്തിച്ച് അവര് വണ്ടർ അടിക്കും. ഉടനെ ഓരോരുത്തരായിട്ട് ഇപ്പൊ മൊമന്റോസ്കിയുടെ മുൻപിൽ തല താഴ്ത്തി നിൽക്കാൻ തുടങ്ങും. റോബിനാണെങ്കിൽ മൊമന്റോസ്കിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ ആള് നിസ്സാരക്കാരനല്ല, ഒരുപാട് പവർ ഉണ്ടെന്ന്. മാത്രമല്ല ആരും സാമുറായി ആയിരുന്നില്ല ഫോക്കസ് ചെയ്തത്, മറിച്ച് ഒരുപാട് പവറുള്ള ഈ മൊമന്റോസ്കി ആയിരുന്നു. മൊമന്റോസ്കി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് മാപ്പ് പറയും. ഐ എം റിയലി സോറി. പലതവണ എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ എനിക്ക് അതിനൊരു അവസരം കിട്ടിയില്ല. അതിന് ബ്രൂക്ക് ആണെങ്കിൽ പൊട്ടിച്ചിരിച്ചു പറയും, സത്യത്തില് നിങ്ങൾ അച്ഛനും മകനും അല്ലെങ്കിലും രണ്ടുപേരും മണ്ടന്മാരാണെന്ന് പറഞ്ഞ് അങ്ങനെ ചിരിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. മൊമന്റോസ്കി സ്ട്രെയിറ്റ് ആയിട്ട് ലൂഫിയുടെ അടുത്തേക്ക് വന്ന് ലൂഫിയോട് തല വണങ്ങാനായിട്ട് ആവശ്യപ്പെടും. അതിന് ലൂഫി ആണെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുകയാണ്. അത് കണ്ട മൊമന്റോസ്കി ലൂഫിയെ ആഞ്ഞടിക്കും. ലൂഫി അവന്റെ പവർ എടുത്ത് ഒരൊറ്റ അടി കൊണ്ട വിഷമത്തില് നമ്മുടെ ചെക്കൻ അവൻ ഓടിപ്പോയി നാമിയെ ഹഗ് ചെയ്യാണ്. നാമിയാണെങ്കിൽ ആ ഗ്യാപ്പില് മൊമന്റോസ്കിയുടെ മാൻഷനെ കുറിച്ചും അവിടെയുള്ള അസറ്റ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അവനോട് ചോദിക്കാൻ തുടങ്ങും. കാര്യം പിടികിട്ടിയ സാമുറായി ആണെങ്കിൽ മൊമന്റോസ്കിയെ വലിച്ചു പറിച്ചെടുക്കും. പക്ഷെ മൊമന്റോസ്കി സാമുറായുടെ കൈ തട്ടിത്തെറിപ്പിച്ച് അവന്റെ അടുത്തേക്ക് ചാടി വീണ് അവളെ അങ്ങനെ ഇറുക്കി കെട്ടിപ്പിടിക്കുകയാണ്. ഇവിടെ മൊമന്റോസ്കിയും ലൂഫിയും അവർ തമാശയൊക്കെ പറഞ്ഞ് ഫൈറ്റ് ഇട്ടുകൊണ്ടിരിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ രണ്ട് കിങ്സ് അവർക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. രണ്ടുപേരും മുഖമൊക്കെ തിരിച്ച് അങ്ങനെ ഗൗരവത്തിൽ നിൽക്കും. പക്ഷെ അവർക്ക് ഇനി പഴയതുപോലെ ശത്രുതയില് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ കിങ് മൊമന്റോസ്കിക്ക് അത് ഇഷ്ടമല്ല. കാര്യം മൊമന്റോസ്കി ആണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരുടെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല. അവരങ്ങനെ പതിയെ പരസ്പരം നോക്കും. ഡ്യൂക്കിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ പ്രശ്നം അത് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നൊരു താല്പര്യമുണ്ട്.
ഡോഗ് കിങ് ആണെങ്കിൽ ഇപ്പോ ക്യാറ്റ് കിങ്ങിനോട് പറയും എനിക്കിനിയും ഈ ഫൈറ്റ് മുൻപോട്ട് കൊണ്ടുപോകണം എന്നില്ല. നമ്മള് തിക് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, അത്രയും ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വഴക്കൊന്നും കൂടാതെ മുൻപോട്ടേക്ക് പോവാം. അതിന് ക്യാറ്റ് കിങ് ആള് ഗൗരവത്തില് അല്പനേരം അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ഡോഗ് കിങ്ങിന് കൈ കൊടുത്തു പറയും എന്നെക്കൊണ്ട് ഇനി നിന്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ കഴിയുമോ എന്ന് സംശയമാണ്. പക്ഷെ ഒരു കാര്യത്തില് ഞാൻ തീർപ്പ് തരാം, ഇനി നമ്മൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവില്ല. അനാവശ്യമായിട്ടുള്ള കണ്ടുമുട്ടലുകളും പരസ്പരമുള്ള വിദ്വേഷവും കളിയാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതും അതെല്ലാം തന്നെ നമുക്ക് നിർത്താമെന്ന് പറഞ്ഞ് ഒരു പരസ്പരം കൈ കൊടുക്കുകയാണ്. ആക്ച്വലി ഇങ്ങനെ ഒരു മുഹൂർത്തം അത് അവിടെയുള്ള ജനങ്ങളെല്ലാം ഒരുപാട് ആഗ്രഹിച്ചതാണ്. നമ്മുടെ ആൾക്കാരും അവിടേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ വലിയ ചേഞ്ചുകൾ അവിടെ സംഭവിച്ചത്. ജനങ്ങളെല്ലാവരും സന്തോഷത്തില് ഇവിടെ കിങ് മൊമന്റോസ്കിയുടെ പേരൊക്കെ വിളിച്ച് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. ജനങ്ങളാണെങ്കിൽ ആട്ടോ പാട്ടും ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കും. ഇവിടെ ജയന്റ് ആന അതും ഇപ്പോ ഫുൾ ഹാപ്പിയാണ്. അത് കുറച്ച് വെള്ളം എടുത്ത് അയലാൻഡിന്റെ മുകളിലേക്ക് അങ്ങനെ തെളിച്ചു വിടുകയാണ്. ആ വെള്ളക്കണികകൾ അങ്ങനെ ഒരു മഴവില്ലായിട്ട് ഫോം ചെയ്യും. ലൂഫി ആണെങ്കിൽ അങ്ങനെ നോക്കത്താ ദൂരത്തേക്ക് ആ മഴവില്ലിന് തന്നെ നോക്കി അങ്ങനെ ഒരു ദീർഘനിശ്വാസം വിടുകയാണ്. ലൂഫി മാത്രമല്ല എല്ലാവരും ഒരു മന്ദഹാസത്തോടു കൂടെ ആ ഒരു രംഗം നോക്കി നിൽക്കും. അതിനുശേഷം ആ രണ്ട് കിങ്സും അയലാൻഡിലുള്ള ജനങ്ങളെല്ലാവരും നമ്മുടെ ആൾക്കാരെ കൂട്ടി ഇപ്പോ റെയ്സോയെ കാണാൻ ആ ഷാർക്ക് ട്രീയുടെ മുകളിലേക്ക് പതിയെ കയറുകയാണ്. ഓരോരുത്തരും ആ ട്രീയുടെ മുകളിലേക്ക് കയറുന്തോറും അവരുടെ പേടി അത് കൂടി കൂടി വരും. മൊമന്റോസ്കിക്കാണെങ്കിൽ ഭയങ്കര പേടി. പക്ഷെ അവന് റെയ്സോയെ ആ മരത്തിന്റെ മുകളിൽ വെച്ച് തന്നെ കാണണമെന്ന് അതിയായ ആഗ്രഹം. അതുകൊണ്ട് കണ്ണൊക്കെ അടച്ച് സാമുറായുടെ കൂടെ തന്നെ അങ്ങനെ ചേർന്ന് നിൽക്കും. ആൾക്കാരുടെ മുഖത്തും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അവരാദ്യമായിട്ടാണ് ഒരു നിഞ്ചയെ കാണാൻ പോകുന്നത്. നിഞ്ചാസിന് ഒരുപാട് ടെക്നിക്സ് അറിയാം. ഇതൊക്കെ കാണണം, പറ്റിയാല് അതിലൊക്കെ ചിലത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് നമ്മുടെ ആൾക്കാരും ആവേശത്തില് മരത്തിലേക്ക് പാഞ്ഞു കയറുക. അവരങ്ങനെ നടന്ന് ഇപ്പൊ തിമിംഗലൻ ട്രീയുടെ വാൽഭാഗത്ത് വരും. അവിടെയാണെങ്കിൽ ഒരു ജയന്റ് ഡോറ് അത് ഓപ്പൺ ചെയ്ത് അവരെല്ലാവരും സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് അത് ഈ മരത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഒരു കോൺഫിഡൻസിലാണ് വില്ലന്മാരോട് ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കിക്കോളാനായിട്ട് അവര് ധൈര്യപൂർവ്വം പറഞ്ഞത്. അങ്ങനെ എല്ലാവരും നല്ല തണുപ്പുള്ള ആ പാസേജ് വഴി അണ്ടർഗ്രൗണ്ടിലേക്ക് പതിയെ പതിയെ ഇറങ്ങും. അടുത്ത നിമിഷം അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വരികയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ ആകാംക്ഷ അത് അടക്കാനായിട്ട് കഴിയില്ല. വാവ്, നിഞ്ച, അവനെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം കൂടി വരികയാണ്. അവന്റെ പവറുകൾ പോലെ തന്നെ അവനെ കാണാനും സുന്ദരനായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ അവന്റെ അടുത്തേക്ക് ചാടി വീഴും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ റെയ്സോ നിഞ്ചയെ കാണിക്കും. അവനെ കാണേണ്ട താമസം നമ്മുടെ ആൾക്കാരുടെ ഫേസ് അത് ഇഞ്ചി കടിച്ച അണ്ണാനെ പോലായി തീരാണ്. ഒറ്റയടിക്ക് പൊട്ടിയ ബലൂൺ പോലെ എക്സ്പെക്ടേഷൻസ് എല്ലാം തകർന്ന് നമ്മുടെ ആൾക്കാർ അവനെ നോക്കും. റെയ്സോ ആണെങ്കിൽ വലിയ ശബ്ദത്തിൽ പൊട്ടിക്കരഞ്ഞ് ഇപ്പൊ കിങ്സിനോട് ചോദിക്കും, സത്യം പറയ്, അവിടെ എന്താ സംഭവിച്ചേ? എനിക്ക് വേണ്ടി ആ വില്ലന്മാര് നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചോ? എനിക്കിത് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ് അവൻ നിർത്താതെ കരയും. റെയ്സോയുടെ മുഖവും കരച്ചിലും ഒക്കെ കണ്ട് നമ്മുടെ ആൾക്കാര് ചമ്മി ഐസായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.